മുസ്ലിം ഉമ്മത്ത് വിട്ടുപോയതാണ്, അതല്ലെങ്കിൽ അകന്നു പോയതാണ്. അത് മനസ്സിലാക്കുന്നിടത്ത് ഖുർആനും നബിചര്യയും മനസ്സിലാക്കുന്നതിന് സഹാബികൾ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. ആ വ്യാഖ്യാനമാണ് മുസ്ലിം ഉമ്മത്തിനെ ഏകീകരിക്കുക, മുസ്ലിം ഉമ്മത്തിന് ശക്തി പകരുക. മുസ്ലിംകൾക്ക് അതിലൂടെയാണ് ഇസ്സത്ത് ഉണ്ടാവുക. അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ വ്യാഖ്യാനം, രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനം. ഇനി മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിച്ച് തൻ്റെ സന്തത സഹചാരികളായി കഴിഞ്ഞുകൂടിയ സഹാബത്ത്, റസൂലുള്ളാഹിക്ക് ശേഷം നബിയിൽ നിന്ന് ഖുർആൻ, നബിയുടെ പുന്നാര വായിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിച്ചു. റസൂലുള്ള ജീവിച്ചിരിക്കെ അവരെ സംശയങ്ങളും അവരുടെ ഇടയിലുണ്ടായിരുന്ന കാര്യങ്ങളുമെല്ലാം ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി. റസൂലുള്ളാഹിന്റെ മരണശേഷം ആ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാനിച്ച മഹാരഥന്മാരായ സഹാബികളുടെ വ്യാഖ്യാനമാണ് നാം സ്വീകരിക്കേണ്ട മൂന്നാമത്തെ വ്യാഖ്യാനം. അഖ്വാലു സ്വഹാബ. സ്വഹാബത്ത് എന്തു പറഞ്ഞു? ഖുർആനിലെ എല്ലാ ആയത്തുകൾക്കും സഹാബത്ത് പറഞ്ഞ വ്യാഖ്യാനം കാണുക സാധ്യമല്ല, അതിന്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന് ഇന്ന അർത്ഥമാണ് പറഞ്ഞത്, ഈ കാര്യത്തെ അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ശരിയാം വണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സഹാബികളുടെ വ്യാഖ്യാനങ്ങളാണ് മൂന്നാമത്തേത്. അതെന്തുകൊണ്ടാ? ഒന്ന്, അവർ വഹയിന്റെ സാക്ഷികളാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഓരോ ആയത്തുകൾ